നമസ്കാരം. KBFC വേഴ്സസ് ഒഡീഷ FC ഇന്നലത്തെ മത്സരം നല്ല ഒരു അറ്റാക്കിംഗ് മത്സരം തന്നെയായിരുന്നു. രണ്ട് ഭാഗത്തു നിന്നുള്ള ഒത്തിരി അറ്റാക്കാണ് തുടക്കം മുതൽ തന്നെ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും KBFCയുടെ ഭാഗത്തു നിന്നും ആദ്യത്തെ 10 മിനിറ്റ് നല്ല അറ്റാക്കാണ് കാണാൻ കഴിഞ്ഞത്. ഒഡീഷ തുടക്കം മുതൽ തന്നെ അവരുടെ ഡിഫെൻസീവ് ഒരു ലാഗ് ഉണ്ടായിരുന്നു. അത് സെറ്റിലാവാനും ഒരുപാട് മിസ്റ്റേക്കും അവരുടെ ഭാഗത്തു നിന്നും കളിയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ കഴിഞ്ഞു. അത് KBFC ഒരു പരിധിവരെ മുതലാക്കി എങ്കിലും കുറച്ചുകൂടെ അതിനെ യൂസ് ചെയ്തിരുന്നെങ്കിൽ വിജയിക്കേണ്ട കളി തന്നെ ആയിരുന്നു. തുടക്കം മുതലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പീഡും അറ്റാക്കും എല്ലാം അവർ തടയാൻ വളരെ പണിപ്പെട്ടാണ് ചെയ്തിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പീഡിന് മുന്നിൽ അവർ പകച്ചുപോയി എന്ന് തന്നെ പറയാം. 17-ാം മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഗോൾ വന്നത്. രാഹുലിൻ്റെ മൂവ്മെൻറ്റ്, രാഹുൽ പ്രീതത്തിന് കൊടുത്തു. പ്രീതത്തിൻ്റെ ചെറിയൊരു ടച്ച് ജിമിനസിന് കിട്ടി. ജിമിനസ് നല്ലൊരു പാസിലൂടെ നോവയെ കൊടുത്തു. നോവ ഒരു നല്ല കർവിങ് ഷൂട്ടിലൂടെ ഗോളാക്കുമായിരുന്നു. നല്ല മനോഹരമായ ഗോൾ തന്നെയായിരുന്നു. 20-ാം മിനിറ്റിൽ നോവയുടെ ഇടതുവശത്തൂടെയുള്ള മൂവ്മെൻറ്റ്, നോവ ജിമിനസിന് പാസ് നൽകി. ജിമിനസ് നല്ലൊരു ഗോളാക്കി. ഗോൾ പോസ്റ്റിൻ്റെ ടോപ്പ് ഓഫ് ദ എഡ്ജിൽ നല്ലൊരു ഷൂട്ടായിരുന്നു. ടോപ്പ് കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. അങ്ങനെ 2-0 കേരള ബ്ലാസ്റ്റേഴ്സ് 20-ാം മിനിറ്റിൽ മുന്നിലെത്തി. 2 ഗോൾ വീണതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കുറച്ച് പതിയെ കളിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സമയം ഒഡീഷ അത് ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. അവരുടെ അഹമ്മദ് ജാഹു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. അവർക്ക് കിട്ടിയ ആദ്യ കോർണർ കിക്ക് തന്നെ ഷോർട്ട് കോർണറായിരുന്നു. അതെടുത്തു. അത് വീണ്ടും ജാഹുലിക്ക് തന്നെ പാസ് വന്നു. ജാഹു ഷൂട്ട് ചെയ്തത് സച്ചിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. സച്ചിൻ്റെ കൈ തട്ടി കോയഫിൻ്റെ ദേഹത്ത് തട്ടിയിട്ടാണ് ഗോളാവുമായിരുന്നു. അങ്ങനെ 2-1 ഗോളായി. 35-ാം മിനിറ്റിൽ അവർ രണ്ടാമത് ഗോൾ നേടി. ഡിയാഗോ മോറിഷിയോയുടെ നല്ലൊരു മൂവ്മെൻറ്റ് ജെറിക്ക് കൊടുത്തു. ജെറിയുടെ പാസ് സ്വീകരിച്ച് ഡിയാഗോ രണ്ടാമത് ഗോൾ നേടി. അങ്ങനെ 2-2 സമനില പിടിച്ചു. അതിനുശേഷവും ഹാഫ് ടൈമിന് ശേഷം രണ്ട് ടീമും നന്നായി തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഗോളായില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. ഭൂരിഭാഗം അറ്റാക്കും നോവയിൽ നിന്ന് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിനിടെ നോവയുടെ 1-2 ഷൂട്ട് ഗോളി തടഞ്ഞിടുകയായിരുന്നു. 68-ാം മിനിറ്റിൽ ഡാനിഷിന് പകരം ഐമൻ ഇറങ്ങി. കളി കുറച്ചുകൂടെ സ്പീഡായി. അവസാന പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇഞ്ചുറി ടൈമിൽ നന്നായി തന്നെ പരിശ്രമിച്ച് ഗോളടിക്കാൻ. പക്ഷേ ഗോളായില്ല. നോവയെ വീഴ്ത്തിയതിന് ഒരു പെനാൽറ്റി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ റഫറി അത് അനുവദിച്ചില്ല. അതൊരു നല്ലൊരു പെനാൽറ്റി ചാൻസ് തന്നെയായിരുന്നു. മാച്ച് അങ്ങനെ 2-2 സമനിലയിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. ഈ മാച്ചിൽ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്ലെയേഴ്സ് എല്ലാം നന്നായി തന്നെ ആണ് കളിച്ചത്. എന്നിരുന്നാൽ കൂടി ചില ചെറിയ മിസ്റ്റേക്കാണ് നമുക്ക് വിജയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാൻ ഇതായത്. തീർച്ചയായും വിജയിക്കേണ്ട മത്സരം തന്നെയായിരുന്നു. ചെറിയ 1-2 മിസ്റ്റേക്ക് തന്നെയാണ് പ്രശ്നമായത്. പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ സച്ചിൻ തുടക്കം തന്നെ നല്ല സേവ് തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു മൗറിഷ്യോയുടെ ഒരു ഫ്ലിക്കിംഗ് ട്രൈ തടഞ്ഞിട്ടു. അതിനുശേഷം 1-2 നല്ല സേവൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ആദ്യ ഗോളിന് വഴിവെച്ചത് അദ്ദേഹത്തിൻ്റെ ബോൾ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുതന്നെയാണ് പ്രശ്നമായത്. കഴിഞ്ഞ മാച്ചിലും ബോൾ ഒരു താന്നു വരുന്ന ബോൾ പിടിക്കാനുള്ള ഒരു ഫെയിൽഡായത് തന്നെയാണ് ഇവിടെയും പ്രശ്നമായത്. അത് കോയഫിൻ്റെ ദേഹത്ത് തട്ടി ഗോളാവുകയായിരുന്നു. ഇത്തരം മിസ്റ്റേക്ക് സച്ചിൻ്റെ ഭാഗത്ത് നിന്നും ഇനി വരാതിരിക്കാൻ സച്ചിൻ ശ്രമിക്കേണ്ടതാണ്. സെൻട്രൽ ബാക്സായ പ്രീതം, ഡ്രിൻസിച്ച് അവരുടെ ഭാഗത്ത് നല്ല പെർഫോമൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. നല്ല 1-2 ഷൂട്ട് അവരും നല്ല ഡിഫെൻഡ് ചെയ്ത് കളയുകയും അവരുടെ ഭാഗത്തു നിന്നും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ നവോച്ച ലെഫ്റ്റ് വിങ്, പുള്ളിയും ആ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് ഒരു പരിധിവരെ ഡിഫെൻഡ് ചെയ്ത് കളയുണ്ടായിരുന്നു. സന്ദീപിൻ്റെ ഭാഗത്തു നിന്നും നല്ല പ്രകടനം തന്നെയായിരുന്നു. മിഡ്ഫീൽഡിൽ വിപിൻ, കോയഫ് അവരുടെ ഭാഗത്തു നിന്നും നല്ല ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയാണ് ഉണ്ടായത്. കോയഫിൻ്റെ ഒരു ഓൺ ഗോൾ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല. അദ്ദേഹത്തെ തട്ടി പോയതാണ്. അതിൽ അവരുടെ മിസ്റ്റേക്കല്ല. എന്നിരുന്നാൽ കൂടി ഇവർ രണ്ടുപേരുടെയും മിഡ്ഫീൽഡിലെ പ്രകടനവും ആശാവഹം തന്നെയാണ്. പിന്നെ രാഹുലിന് നല്ല ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റും രാഹുലിൻ്റെ നല്ല അറ്റാക്കും കാണാൻ കഴിഞ്ഞു. രാഹുലിൻ്റെ ഭാഗത്തു നിന്നും നല്ല പെർഫോമൻസ് തന്നെയാണ്. ഡാനിഷ് മാത്രമാണ് കുറച്ചൊരു ലാഗും പിന്നെ ഒത്തിരി മിസ് പാസും കാണാൻ കഴിഞ്ഞു. അദ്ദേഹം എന്തുകൊണ്ടാണ് തുടരെ മിസ് പാസ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കണം. നോവയുടെ പെർഫോമൻസ് പിന്നെ പറയേണ്ടതില്ല. ഒത്തിരി മൂവ്മെൻറ്റ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സിൻ്റെയും തുടക്കം കുറിച്ചത് നോവയിൽ നിന്ന് തന്നെയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും. അതുപോലെ ജീസസും ഒരു ഗോളും ഒരു അസിസ്റ്റും. പ്ലെയർ ഓഫ് ദ മാച്ചായി നോവയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവസാന നിമിഷങ്ങളാണ് പെപ്ര, ലൂണ ഇറങ്ങിയത്. അവരുടെ ഭാഗത്തു നിന്നും കുഴപ്പമില്ല. കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. വേറെ ഒരു മിസ്റ്റേക്കൊന്നും അവരുടെ ഭാഗത്തുനിന്നും പറയാനില്ല.
ഓവറോൾ നല്ല മാച്ച് തന്നെയായിരുന്നു, വിജയിക്കേണ്ട മത്സരം തന്നെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നെയും സമനിലയായി. എന്തായാലും ഒഡീഷയിൽ പോയി എവേ മാച്ച് ആയതുകൊണ്ട് ഒരു തോൽവിയിൽ നിന്ന് ഒഴിവായത് തന്നെ ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. എന്തായാലും വരും മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിക്കാൻ വിജയിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനലും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.